10 വർഷം കൊണ്ട് മടുത്ത് നിൽക്കുക. ഞാനിപ്പോൾ നമുക്കറിയാവുന്ന ഞാൻ സൗദി അറേബ്യ കിടന്ന് പണിയെടുത്ത് തന്നെ 10 കൊല്ലം. ഇപ്പം ഞാൻ വന്നിട്ട് 1.5 വർഷമേ ഉള്ളൂ. ഈ 1.5 കൊല്ലം കൊണ്ട് മടുത്ത് നിൽക്കണ്ടേ, തിരിച്ച് എങ്ങനെയെങ്കിലും സൗദിക്ക് പോകാൻ വേണ്ടി നോക്കി. കാരണം ജീവിക്കാൻ പറ്റില്ല. ഇത് ഓടിച്ച് കിട്ടുന്ന പൈസയും കൊണ്ട് ഒരു കടയിലോട്ട് കയറി കഴിഞ്ഞാൽ, ഇതിപ്പോൾ 20 ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ ഒരു കടയിലേക്ക് കയറി കഴിഞ്ഞാൽ അന്ന് കിട്ടുന്ന പൈസ ആ കടയിൽ തീർന്നിട്ടേ വീട്ടിൽ ചെല്ലുള്ളൂ. അതാണ് സാധനങ്ങളുടെ വില. എങ്ങനെ ജീവിക്കാനാ? ഇവിടെ ജീവിക്കാം ഒന്ന് കാശുള്ളവർക്ക്. രണ്ടാമത്തത് കുടുംബം നോക്കാതെ ഈ വെള്ളം അടിച്ച് പോയി കിടക്കണവന്മാരില്ലേ, അവർക്ക് പറ്റും. അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിടക്കും. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ ബുദ്ധിമുട്ട് എന്നാൽ വളരെ ദാരിദ്ര്യമാണ്. ഇവർ അതിദാരിദ്ര്യമില്ല എന്നാണ് കേരളം എന്നല്ലേ പറയണേ. അതിദാരിദ്ര്യമില്ല. ദാരിദ്ര്യം ഉണ്ടോ? ഉണ്ട്. ദാരിദ്ര്യമേ ഉള്ളൂ. ഈ പുതിയ സർക്കാർ വരികയാണെങ്കിൽ അടിയന്തരമായിട്ട് മാറ്റം വരുത്തേണ്ടത്, നടപ്പിലാക്കേണ്ടത് വില കുറയ്ക്കുക, സാധനങ്ങൾക്ക് വില കുറയ്ക്കുക. നിത്യജീവിതത്തിന് ആവശ്യമായ സാധനങ്ങളുണ്ടല്ലോ ഓരോ മനുഷ്യർക്കും, ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്. അതിന്റെ വില കുറച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് രക്ഷയുള്ളൂ. ഇപ്പൊ സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരൻ പോകുന്നതിന് 1000-1200 രൂപ കൂലിപ്പണി തച്ചുള്ളൂ. രാവിലെ ഒരു 8 മണിക്കാകുമ്പോൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ ഇറങ്ങണം. അവന് കിട്ടുന്ന പൈസയും കൊണ്ട് ഒരു കടയിലേക്ക് കയറി കഴിഞ്ഞാൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 450 രൂപ കൊടുക്കണം. ഒരു കിലോ മത്തി മേടിക്കുകയാണെങ്കിൽ 300 രൂപ വരെ വന്നില്ല. ഇപ്പോൾ ഇവിടെ 200 രൂപ. എത്രയായി? 650 രൂപയായി. 1 കിലോ അരി മേടിക്കുമ്പോൾ 45 രൂപ തീർന്ന. റേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. റേഷൻ കട അരി മേടിച്ച് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? അപ്പൊ എന്ന് പറഞ്ഞ പോലെ സാധനങ്ങളുടെ വില കുറഞ്ഞാൽ തന്നെ ഈ നാട് ജീവിക്കാൻ പറ്റും. കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീർന്നതിന്റെ പരിപാടി. കടം മേടിക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റത്തില്ല.